ടീമുള്ളൊരു ഓണമാണ് ഇപ്രാവശ്യത്തെ അല്ലേ. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും നേരത്തെ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഓണം കുറച്ച് വൈകാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെല്ലാ സ്റ്റാഫുകളും പങ്കെടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ്. കാരണം ഓണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് സെയിൽസ് ടീമും ഡ്രൈവേഴ്സും ബില്ലിങ്ങും എൻറ്റയർ ടീം വളരെ ബിസി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഓണം ആഘോഷിക്കുമ്പോഴാണ് ഇപ്രാവശ്യത്തെ ഓണം വൈബ് കിട്ടുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് പോവാം അല്ലേ. നല്ലൊരു ക്ലാപ്പ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഓണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ആദ്യം 2025 ബ്ലൂബെറീസ് ഓണം സെലിബ്രേഷനിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ HR കിരൺ പറഞ്ഞു നമ്മൾ 10 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, 1 മണിക്കൂർ ഡിലേ ആയെന്ന് പുള്ളി എക്സ്ക്യൂസ് പറഞ്ഞു. നമ്മൾ ഇതിനൊക്കെ തന്നെയാണ്, എന്നാലും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷം തോന്നി. വരുമ്പോൾ തന്നെ ഒരു മാവേലി, അതും മാവേലി നമ്മുടെ സ്വന്തം മാവേലിയാണ്. അതിൻ്റെ ഒപ്പം വാദ്യവും നമ്മളെ കുട്ടികളാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കാണുമ്പോൾ ബ്ലൂബെറീസ്, അതിൻ്റെ പിന്നിൽ മനോഹരമായ പൂക്കളം. ഈ ഓണാഘോഷം, ഓണാവേശം, ഇത് ദൈവം നമ്മൾക്ക് എന്നും നിലനിർത്തി തരട്ടെ. ബിസിനസ് പരമായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഈ ആഘോഷവേളയിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ കമ്പനിയിലുള്ള ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഒരാൾ സ്റ്റിയറിങ്, ചക്രം തൊട്ട് എല്ലാം തന്നെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മാർക്കറ്റിംഗ് ടീം, പർച്ചേസിങ്, പ്രൊക്യൂറിങ്, മെയിൻ്റെനൻസ്, എല്ലാ അക്കൗണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ ആ ആവേശം, ഓണാവേശം മാത്രമല്ല, ആവേശം എന്നും നമ്മുടെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ദൈവം നമുക്ക് നിലനിർത്തി തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. ഹാപ്പി ഓണം ടു ഓൾ. എല്ലാവർക്കും വൈകിയാണെങ്കിലും ഓണാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മളെല്ലാവരും ഈ ഓണക്കാലം വളരെ ആവേശത്തോടു കൂടി തന്നെ ഓണത്തിന് നമ്മൾ വരവേറ്റു. നമ്മളാൽ കഴിയാവുന്നതിൽ പരമാവധി നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഗോഡൗൺ ടീമിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ആ ഓർഡർ തരുന്ന നിങ്ങളുടെ സെയിൽസ് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മുടെ സർവീസ് ടീം നല്ലൊരു എഫേർട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഫോളോ അപ്പ് നടന്നുണ്ട്. അവരെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവേഴ്സ്, ഏതൊരു ഓട്ടം കഴിഞ്ഞു കഴിഞ്ഞാലും രാത്രി ആയാലും 12 മണിക്കും 3 മണിക്കും വന്ന് ലോഡ് ചെയ്യാൻ, ലോഡ് എടുക്കാനും തയ്യാറായി, രാവിലെ എണിച്ചു പോകാനും തയ്യാറായി. ഈ ഓണക്കാലത്ത് കമ്പനിയുടെ ആവേശമാണ് ഈ സ്റ്റാഫുകൾ. പ്രത്യേകിച്ച് ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്,
അതുപോലെ തന്നെ ഡിഫക്റ്റീവ് നോക്കുന്ന നമ്മുടെ സുമേഷൻ ഇട്ടൻ ടീം, അതുമാതിരി കമ്പനികളിലെ എല്ലാ ആളുകളെയും ഹിന്ദിക്കാരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലൂബെറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് നമ്മുടെ ഓണം. ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും നല്ലൊരു ടീം എഫേർട്ട് കൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിനെ നേരിട്ടത്. എല്ലാ പ്രാവശ്യവും നമുക്ക് ഓണം കഴിയും നല്ലൊരു ആവേശത്തോടു കൂടി നേരിടും. ഓണം കഴിയുന്ന മാസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ട്. ആ പ്രൊഡക്റ്റ് റേഞ്ചൊക്കെ വെച്ചിട്ട് ഇനി അങ്ങനെ പറ്റില്ല. നമ്മൾ എല്ലാ മാസവും പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇനിയും നല്ല ഇതിനും കൂടുതൽ ആവേശത്തോടു കൂടി എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓൾറെഡി പറഞ്ഞു, എല്ലാവരും വളരെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ സെയിൽസ് ടീം, ഈവൻ സൺഡേ ആണെങ്കിലും മാർക്കറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു. സെയിൽസ് ടീം മാത്രമല്ല, സ്പെഷ്യലി വെയർഹൗസിലെ ടീം, ഷഫീർ, പിന്നെ സിജു, വിതിൻ, അക്കൗണ്ട്സ് ടീം ആയിക്കോട്ടെ, വെയർഹൗസ് ടീം, എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾക്ക് ഉണ്ടായി. വളരെ സന്തോഷം. എന്നിരുന്നാലും ഈ വരുന്ന സീസണിലും ഇതുപോലെ നമുക്ക് ആഘോഷിക്കാനും, എല്ലാ ഓണത്തിന് മാത്രമല്ല ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾക്ക് ആഘോഷിക്കാനുള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ബ്ലൂബെറിയുടെയും NPMൻ്റെയും കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. വരും വർഷങ്ങൾ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധവുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷത്തിലാണ്. നമ്മളെ ഈ തിരക്ക് പിടിച്ച കുറേ കാലങ്ങൾ 2 മാസത്തോളമായിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അതിനുശേഷം നമുക്കൊരു സന്തോഷിക്കാനൊരവസരം ഒരുക്കി തന്ന മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ഇങ്ങനെ പിറകിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ആളുകളിലേക്കാളും കൂടുതൽ നമ്മുടെ വാഹനങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ സന്തോഷം തോന്നും. 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു ഓഫീസ് കാണിക്കാനില്ല. ഇന്ന് നമ്മൾ വളരെ വളർന്നിരിക്കുന്നു. അതിലേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓണം നമ്മളെങ്ങനെ പറഞ്ഞാലും ഒരു അവസാനം ഒരു സെയിൽസ് ആയിരിക്കും സംസാരിക്കാം, രക്തത്തിൽ അങ്ങനെ ആയതുകൊണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ഓണം സീസൺ വളരെ നല്ല രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീമിനും അതിന് ഭാഗമായിട്ടുള്ള എല്ലാ ഓൾ ടീമിനെയും നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ. പ്രിയപ്പെട്ട ബ്ലൂബെറീസ് കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഓണാശംസകൾ. ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ബഷീർ സാറോടൊപ്പം നമുക്ക് ഈ ഒരു ഓണം ഇങ്ങനെ ഒത്തുചേർന്ന് ഒത്തുകൂടി ആഘോഷിക്കാൻ പറ്റി. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ സെയിൽസ് ടീമിൽ എല്ലാവർക്കും വരാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു ഓണാഘോഷം നടത്താൻ പറ്റിയതിൽ വലിയ സന്തോഷം. കാരണം ഓണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാത്രമല്ല ഒത്തുചേരലിൻ്റെയും ഓർമ്മകൾ പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹം പങ്കുവയ്ക്കലിൻ്റെയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഐശ്വര്യവും നന്മയും തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചതിൽ ആദ്യം നന്ദി പറയുന്നു എല്ലാവർക്കും. ഇത് ഞാൻ എന്താ പറയുക, ഓണാഘോഷമായിട്ട് കാണുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു തറവാട് സംഗമം എന്ന് പറയാം. കുടുംബമാകുമ്പോൾ നമ്മളും നമ്മുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. തറവാട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഒരു തറവാട്ട് സംഗമം. ഇവിടെ സന്തോഷവും സങ്കടങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉണ്ടാവും. ഒരു തറവാട് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും കൂടി ചേരുന്ന ഒരു സംഗമം. അതുപോലെ ആവട്ടെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നു. ആ ഒരു ഇമ്പം ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും ഇമ്പത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം. നമ്മുടെ വേദിയിലിരിക്കുന്നവർ, നമ്മുടെ ടീം, എല്ലാ ടീമിനും ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും ബ്ലൂബെറിയുടെ ഓണം തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.
അതുപോലെ തന്നെ നമ്മളിവിടെ 2018 ഓഗസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മെമ്പേഴ്സും എംപ്ലോയീസും മാത്രമായിരുന്ന കമ്പനി ഇപ്പോൾ വളരെ വളർന്നു. ഇത്രയധികം സ്റ്റാഫ് ഇതിൽ ഏകദേശം ഇപ്പോൾ പകുതി സ്റ്റാഫുകൾ എത്തിയിട്ടുള്ളൂ. സർവീസിൽ എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഒത്തുകൂടിയുള്ള ഒരു ഓണം. ബ്ലൂബെറി മാത്രമല്ല, ഇതിൽ MPM ഉണ്ട്, അതുപോലെ ബഷീർ സാറിൻ്റെ എൻ്റയർ ബിസിനസ് ടീം എല്ലാവർക്കും ഓണാശംസകൾ നൽകുന്നു. താങ്ക് യു. പെടുത്തിയ അവസ്ഥയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമസ്കാരം. എനിക്കിങ്ങനെ അധികം സംസാരിക്കാനൊന്നും അറിയില്ല. എന്താ പറയുക, വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും ഒരു ഓണം ആശംസിക്കുന്നു. വേറൊരു കാര്യം, കഴിഞ്ഞ തവണ ബഷീർ സാറ് ഇങ്ങനൊരു വേദി വെച്ചിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഫുൾ ടീമിനെ ഉൾപ്പെടിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നത്. അത് മാഷാഅല്ലാ ഈ യാഥാർത്ഥ്യമായി. ഇനി ഫൈസൽ സാറ് വേറൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒമാനിൽ വെച്ചിട്ടായിരിക്കും ഇൻഷാ അല്ലാ. അല്ല, അങ്ങനെ ആശംസിക്കാലോ, നമുക്ക് ആഗ്രഹിക്കാലോ. കഴിഞ്ഞ തവണ സാറ് പറഞ്ഞു, അത് നടപ്പാക്കി. ഇൻഷാ അല്ലാ നമ്മളെ വളർച്ച എപ്പോഴും മുന്നോട്ട് തന്നെയാണ്. അൽഹംദുലില്ലാ എല്ലാം ഹൈറാവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. കഴിഞ്ഞിട്ടുണ്ടായിരുന്നാലും നമ്മൾ അവിടെ വെച്ചിട്ട് ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രാവശ്യം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വെയർ ഹൗസും ഓഫീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ആയി. ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ഓണത്തിന് നമ്മുടെ ടീമിന് ഒരു ടൂറ് സംഘടിപ്പിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഷിഫീർ തന്നെ ഓർമ്മിപ്പിച്ചു. തീർച്ചയായിട്ടും റിസ്വാനും മറന്നുപോയിട്ടുണ്ടാവും. ചിലവുണ്ടാവുന്ന കാര്യം ഇപ്പോൾ പെട്ടെന്ന് മറക്കുമല്ലോ. എന്തായാലും വേണ്ടിയില്ല, നമുക്ക് അടുത്ത ഓണം കഴിഞ്ഞ് നമുക്ക് ടൂർ സംഘടിപ്പിക്കണം, അത്രയൊന്നും പറയാനുള്ളൂ. എന്തായാലും അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. அருமைக்குரிய அன்பு சகோதர சகோதரி அனைவருக்கும் வணக்கம். ஆக்சுவலாக தமிழ்நாடு கேரளாவும் என்றைக்குமே அண்ணன் தம்பி தான், அண்ணன் அக்கா தங்கச்சி தான். நம்மளுக்குள்ள என்றைக்குமே போட்டியும் சண்டையும் வராது. இந்த ஃபங்க்ஷனுக்கு எங்களை இன்வைட் பண்ண பஷீர் சாரு மற்ற எல்லாத்துக்குமே எங்களோட டீம் சார்பாக நான் நன்றி சொல்லிக்கிறேன். ஏன்னா என்னோட லைஃப்பில் ஃபஸ்ட் டைம் ஒரு ஓணம் பண்டிகைக்கு நான் கலந்துக்கிறது இதுதான் ஃபஸ்ட் டைம். முடிஞ்ச பின்னாடியே இந்த ஃபெஸ்டிவல் இவ்வளோ கிராண்டாக இருக்குன்னா அப்போ ஃபெஸ்டிவல் நடக்கும்போது எப்படி இருக்கும்ன்றத கற்பனையே பண்ண முடியல. அது ஒன்று. அதே மாதிரி எங்களோட தமிழ்நாடு டீம் எப்படி இருக்குன்னா, ஒரு சின்ன குழந்தை ஒரு வீட்டுக்குள்ளே ஒரு அப்பா அம்மா ஒரு பாட்டி தாத்தான்ற மாதிரி. எங்களுக்கு வந்து பைசல் சாரை தெரியும், பஷீர் சாரை தெரியும், ரூபஸ் சாரை தெரியும். அதே மாதிரி பார்த்தீங்கன்னா சுபீர் சாரை தெரியும், இஸ்மாயில் சாரை தெரியும். இப்போ வந்து அந்த குழந்தை முத ஒரு ஃபங்க்ஷன் போயிருக்கு. சித்தப்பா பெரியப்பா தாத்தா பாட்டின்ற மாதிரி ஒரு பெரிய கூட்டத்துக்குள்ள போன மாதிரி இருக்கு. ஒரு சின்ன டீம் இல்லை, நாங்கள் பெரிய டீம் அப்படின்றது எங்களுக்கு ரொம்ப சந்தோஷமா இருக்கு. அதே மாதிரி பஷீர் சார் அவங்களுக்கு கீழே இருக்கிற டீமுக்கும் நான் எங்களோட சார்பாக ஒரே ஒரு வேண்டுகோள் வச்சுக்கிறேன். நாளைக்கு இதே டீம் வந்து இன்னைக்கு ஒரு 100 பேரா இருக்கு. கூடிய சீக்கிரம் இதே டீம் வந்து ஒரு 1000 பேர் 1500 பேர் மாறினாலும் இந்த ஃபெஸ்டிவலை இதே மாதிரி கொண்டாடுறதுக்கு நீங்க என்னைக்குமே முன் வரணும்னு உங்க சார்பாகவும் எங்க சார்பாகவும் கேட்டுக்கிறேன். எல்லா கப்பல்லையும் வந்து ஒரு கேப்டன் இருப்பாரு. எங்களுக்கு தமிழ்நாடு டீமை பொறுத்தளவுக்கு மொத்தம் 3 கேப்டன் இருக்காங்க. ஃபர்ஸ்ட் கேப்டன் வந்து பாத்தீங்கன்னா எங்களுக்கு வந்து ஃபைசல் சாரு, வைஸ் கேப்டனா வந்து எங்களுக்கு ரூபஸ் சாரும் சுபீர் சாரும் இருப்பாங்க. இப்பதான் தெரியுது இந்த கப்பலை ஓட்டுறதுக்கு மிகப்பெரிய ஒரு டீம் கேப்டன்ஸ் டீம் இருக்கு. அதுக்கு கீழே அவங்க சொல்றத கண்ண முடி செய்யற சோல்ஜர்ஸ் டீமும் இருக்குன்றது எங்களுக்கு உணர்த்தினதுக்கு ரொம்ப நன்றி. வாய்ப்பளித்ததுக்கு நன்றி. ஜெய்ஹிந்த். ഒരു പാൽ
ഇടക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. കൊട്ടുമില്ല കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഇടക്കയിലൻ സംഗീതം പഞ്ചാഗ്നി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാക്കെല്ലാം അഴിച്ചുമേ തിരുമൈ ചേർത്ത് പുൽകുന്നു. സുന്ദരമേഘച്ചാക്കെല്ലാം അഴിച്ചുമേ തിരുമൈ ചേർത്ത് പുൽകുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തെന്നാക്കുമുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ வணக்கம். வரும்போது தான் வணக்கம் சொல்கிறேன்னு நினச்சிட்டாங்க. ஆக்சுவலாக நேற்று நைட்டு தான் சார் சொன்னாங்க தமிழ்நாடு டீம் ஏதாச்சும் ஒன்று பர்ஃபார்ம் பண்ணணும் அப்படின்னாங்க. நான் காலேஜில் வந்து மிமிக்ரி பண்ணியிருக்கேன். கிட்டத்தட்ட ஒரு 10-12 வருஷம் ஆச்சு. அதுக்கப்புறம் இப்போ தான் மிமிக்ரி பண்ணுறேன். ஏதாச்சும் தப்பு இருந்தால் உங்கள் முன்னாடி தான் பண்ண போகிறேன். அதில் ஒன்றும் ப்ராப்ளம் இல்லை, இருந்தால் மன்னிச்சுக்கங்க. அதே மாதிரி நான் தமிழில் இருக்கிற தமிழ்நாட்டு தலைவர்களை பற்றி தான் அவங்கள மாதிரி தான் மிமிக்ரி பண்ணுறேன். யார் யாருன்னு சொல்லிடுறேன். எம்ஜிஆர் மாதிரி பேச போகிறேன். வாழும்போது என் தலைவன், இன்று நான் வணங்கும் இறைவன் எனது கேப்டன் விஜயகாந்த் அவர்களை மாதிரி பேச போகிறேன். அப்புறம் வந்து தலைவர் கருணாநிதி மாதிரி, அப்புறம் இன்னும் 2-3 பேர் மாதிரி பேச போகிறேன். ஃபர்ஸ்ட் ஆஃப் ஆல் என்னன்னா, இது கான்செப்ட் என்னன்னா பார்த்தீங்கன்னா, எம்ஜிஆர் வந்து ஒரு ஸ்கூல் வச்சிருக்காரு. அந்த ஸ்கூலில் சில ஸ்டூடெண்ட்ஸ் இருக்காங்க. அவங்க தான் என்ன பண்ண போகிறாங்க, ஸ்டூடெண்ட்ஸ்னால் சாதாரண ஸ்டூடெண்ட்ஸ் இல்லை, நம்மளை மாதிரி சேட்டை பிடிச்ச ஸ்டூடெண்ட்ஸ். ஓகேங்களா? இந்த லாஸ்ட் பெஞ்சில் உட்காந்து அரட்டையை கொடுத்துக்கிட்டு லண்டை கொடுத்துக்கிட்டு இருக்கிற மாதிரி ஒரு ஸ்டூடெண்ட்ஸு. ஓகேங்களா? சுபீர் சார் சொல்கிறார்ல, அவர் தான், அவரே தான், வேற ஒன்றும் இல்லை. என் இதயத்தின் இதமான முத்தத்தின் ரத்தனமான அன்பு உறந்தவர்களுக்கு அனைவருக்கும் வணக்கம். அண்ணா நாமம் வாழ்க, அண்ணா புகழ் ஓங்குக. இந்த பகுதியில் என் மாணவ செல்வங்களை அனைவரையும் உங்களுக்கு அறிமுகப்படுத்துவதை நான் பெருமகிழ்ச்சியோடு பேரின்பத்தோடு உங்களோடு கலந்துரையாகிறேன். முதல் மாணவனாக என் அருமை நண்பன் அன்புக்கு முன்றெடுத்து, அன்பு வித்திட்ட அண்ணா முன்றெடுத்து, அண்ணா கண்ட கழகம் முன்றெடுத்து, கழகத்தின் வித்தான தொண்டர்களின் அன்பும் காதலும் பாசமும் வீரமும் தமிழும் மதுரை கலந்த அனைவருக்கும் நெஞ்சார்ந்த அன்பு உடன்பிறப்புகள் அனைவருக்கும் வணக்கம். இன்று நம் பள்ளியிலே மொத்தமாக நான் இன்று பள்ளிக்கு சிறிது நேரம் தாமதமாக வந்தேன். வந்தவுடன் எனது ஆசிரியர்
தம்பி, நான் உனக்கு மட்டும் ஆசையர் இல்லை, தமிழ்நாட்டுக்கே நான் தான் ஆசையர். நான் இப்போ அப்பயே வாத்தியார். எனக்கு தெரியும் நீங்கள் வாத்தியார். உங்களை வாத்தியாராக்குனதே நான் தான். அதை மறந்து விடாதீர்கள். வணக்கம் மக்களே. இந்த ஊரில் என்ன இப்படி யாருமே பார்த்துக்க மாட்டேங்க. தமிழ்நாடு எப்பவும் எல்லாத்துக்காகவும் குரல் கொடுத்த ஒரு நாடு. மதுரையில இருந்து நாங்க வந்திருக்கோம். எந்த ஊர்ல இருந்து வந்தாலும் எல்லாத்துக்கும் கை கொடுப்போம், தமிழனுக்கு தோள் கொடுப்போம், உரிமைக்கு குரல் கொடுப்போம். சார் வணக்கம். கொஞ்சம் லேட் ஆயிடுச்சு, மன்னிச்சுக்கங்க. நீ வந்த உடனே வசனம் பேசணும் பார்த்தியா, அதுதான் எனக்கு பிடிக்க. என்ன சொல்லு சார், வீட்டில் கொஞ்சம் வேலை, அதனால தான் சார் லேட் ஆயிடுச்சு. எங்க ஆத்தா அது வேலையை முடிச்சு எனக்கு தரதுக்கு இவ்வளோ நேரம் ஆயிடுச்சு. இங்கே பாரு தம்பி, உனக்கு என்ன விஷயம் சார் உங்ககிட்ட தான் சொல்லுறேன். என்னைய பத்தி உங்களுக்கு நல்லா தெரியும். நான் எப்பவுமே கண்ணை துடிக்கும், கரண்ட் பாக்ஸ் வெடிக்கும் அப்படின்னு போறாளு உங்க முன்னாடி கையை கட்டி நிக்கிறேன்னு தப்பா எதுவும் என்ன நினைச்சிடாங்க. நீ எதுவும் பேச வேணாம் தம்பி, உள்ள போய் சார். मैं शायर तो नहीं, मैं शायर तो नहीं, मगर हंसी जब से देखा मैंने तुझको, मुझको शायरी आ गई। मैं शायर तो नहीं, मगर हंसी जब से देखो मैंने तुझको, मुझको शायरी आ गई। मैं भाषिक तो नहीं, मगर हंसी जब से देखो मैंने तुझको, मुझको आशिकी आ गई। വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം ഓണത്താറാടി വരുന്നേ. പൂതുള്ളിക്കുമ്പാള തുമ്പിൽ നിറഞ്ഞു, പാലകളിൽ പാലമൃഗാലകിടു ചുരങ്ങു. പൂതുള്ളിക്കുമ്പാള തുമ്പിൽ നിറഞ്ഞു, പാലകളിൽ പാലമൃഗാലകിടു ചുരങ്ങു. നാം പൂമണവും കുളിരും വാഴി ഒരു പൊഴിയുടെ കവിളിതളി കുങ്കുമമേറ്റു, കുങ്കുമമേറ്റു. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനവും. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം.
നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. ഹരിതഭംഗികളെ ആടിടുന്ന വയലേലകൾ കുതിയും കുടവുമായി. ഹരിതഭംഗികളെ ആടിടുന്ന വയലേലകൾ കുതിയും കുടവുമായി. നാട്ടിലാകെ നടപാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വിൽഗനി, ശാന്തി നിലയമായി വിൽഗനി, ശാന്തി നിലയമായി വിൽഗനി, ശാന്തി നിലയമായി വിൽഗനി. അടങ്ങാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. തിരമാല തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിലും നീയല്ലാതാരുമില്ലാത്തോനെ, കരളിന്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. കരയാനും പറയാനും മനം തുറന്നിറക്കാനും നീയല്ലാതാരുമില്ലാത്തോനെ, എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. താങ്ക് യു. आवाज़ कहीं से
कहती है बता ओ जब दिल मासूम कर ओ कहाँ कहाँ है ओ रोशनी कहाँ है ओ जानसी कहाँ है मैं अधूरा तू अधूरी अजनबी तू भी कभी आवाज दे कहीं से अजनबी तू भी कभी आवाज दे कहीं से मैं यहाँ टुकड़ों में जी रहा हूँ मैं यहाँ टुकड़ों में जी रहा हूँ तू कहीं टुकड़ों में जी रही है നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞിട്ടു പൂക്കും സാക്ഷിയല്ലേ ചന്ദനമണിവാരി പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിടക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ലാവണ്യമേ യാമി കാമസുഗന്ധിയല്ലേ. அன்பு சகோதர சகோதரி அனைவருக்கும் வணக்கம். ஆக்சுவலாக நான் ஸ்டேஜில் ஏறி ஃபஸ்ட் டைம் பாடுற பாட்டு இதுக்கு முன்னாடி நான் பாடினதே கிடையாது. நேற்றே பைசல் சார்கிட்ட சொல்லிட்டேன், சார் ஏதாச்சும் இருந்தால் கள்ளக்கொண்டி மட்டும் இருந்துடாங்க அப்படின்னு சொல்லியிருக்கேன். இந்த பாட்டு வந்து இசைதேவன் இளையராஜாவின் இன்னிசை இலையில் வாலி அவர்களோட பாட்டு. கொடும் தூண்டிலே நான் விழானேன் தோளிலே நூலில் இடைத்தேயும் தோயிலே நான் வரம் கேட்கும் கோயிலே அன்னமே அன்னமே என்னன் சொந்தமே உந்தன் என்னமே வானவில் வண்ணமே. മുണ്ട് നേരിട്ട് മാറ്റി ചേച്ചി സാരി എടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരി കൊടുത്തിരിക്കുന്നേ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നി. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളൊക്കെ പ്രായം കൂടുതലില്ലേ? മുണ്ട് നേരിട്ട് മതിയായിരുന്നു. അതാ സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ. ഓ പിന്നെ അയ്യേ, ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാനങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കേണ്ട. മനസാകെ നിലാവ്
തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ശൈലിക്കാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. Get up.
പിന്നെ അവസാനം ഒരു ഉരുള വാങ്ങിച്ച് കഴിച്ചാലോ? ഞാൻ പിടിക്കും ഇവിടെ നോക്കാം. ഫോൺ വേണം പിടിക്കണം നോക്കാം. അല്ലടാ ഇതിനൊന്നും അയ്യണ്ട് തോന്നിയപ്പോൾ ഉണ്ടാകാൻ ഇല്ലത് നല്ല രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? എൻ്റെ പേരിൽ ഷോപ്പിൻ്റെ പേരിൽ? ആ ഷോപ്പിൻ്റെ പേര്. എവിടെ സ്ഥലം എവിടെയാണ്? കാട്ടൂർ. പൈസ കൊടുക്കാതെ പള്ളി വാങ്ങിച്ച് ഒഴിവാക്കുന്നതാണ്. പോട്ടെ 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 പോവാം. ഇങ്ങോട്ട് ഇടത് 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 എടുത്തോട്ട് എടുത്തോട്ട് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല. ഒരു ക്ലാപ്പ് കൊടുക്ക എല്ലാവരും എല്ലാവരും ഒരു കൈയടി അല്ലേ? എത്തിയിട്ടില്ല. ചുമരാണ് ഇടത് ആയി മൂട് 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 ആ കുത്തിക്കോളൂ കുട്ടുകുത്താ. ശിവമാൻ വെറുതെ കൊണ്ടിരിക്കുന്നു. ശിവമാൻ ലൊക്കേഷൻ നടന്നുപോയി കറക്റ്റായി പിടിച്ചുകൊണ്ടാണ് നോക്കാണ്. ഫോട്ടോ കിട്ടിയിട്ടില്ല.
ശിവകുമാർ അങ്ങനെ അളവൊക്കെ എടുക്കുന്നു. കണക്കിന് അളവൊക്കെ എടുത്താണ് ശിവകുമാർ നോക്കുന്നത്. എല്ലാവരും ക്ലാപ്പ് കൊടുക്കോ? ശിവകുമാർ ശിവകുമാർ 2 ചാൻ എടുത്തോണ്ട് 3 ചാൻ വലത്തോട്ട് ഓട്ടം താഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ശിവകുമാർ എന്തോ ഒരു ദേഷ്യം കൊണ്ടുവരുന്നുണ്ട്. ആരും കൈ യൂസ് ഓക്കെ സ്റ്റാർട്ട് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് കൊടുക്കും. എല്ലാവരും കൈ അടിക്കും. ആ ഐശ്വര്യ പോയി പൊക്കോളൂ. സിദ്ധേജി വരട്ടെ അങ്ങനെ പതുക്കെ മോഹൻ താഴ്ത്തണ്ട അത് പോയി. കൈ യൂസ് ചെയ്യരുത്. തല പതുക്കെ എക്സ്പ്രഷൻ കഴിക്കാൻ പറ്റില്ല. വായ വഴിയിരിക്കണം. വീസിലോട്ടം പതുക്കെ വരണ്ടേ. ഹോൾസെല്ലാം പോയി. വീട്ടിൽ വരണ്ട. പതുക്കെ വരട്ടെ. പോയി വീസിലോട്ടം പതുക്കെ പോരട്ടെ. എല്ലാവരും നല്ലൊരു കൈ എടുത്തു. കിട്ടി. ആവശ്യപരമായ ഇവിടെ ഓക്കെ പോയി സിജോട്ടം പോയി. പോട്ടെ സൂര്യേട്ട വരട്ടെ പറഞ്ഞേ. താടിയിലൊക്കെ പച്ച തെറ്റൊക്കെ തലപൊക്കി പിടിച്ചാൽ ബിജെസിക്കും കൂടെ 1 2 3 സ്റ്റാർട്ട്. പൊട്ടുപോലെയാണ്. സുവർണേച്ചി കണ്ണടയ്ക്കുന്നു. മാഡം ശ്രമിക്കുന്നുണ്ട്. ഫൈസാനമാണ് ശ്രമിക്കുന്നുണ്ട്. മിസ്സായിരിക്കുകയാണ്. അവസാന കണ്ടസ്റ്റന്റ് മാഡത്തിന് ഒരു അവസരമുണ്ട്. പോയിട്ടില്ല. അവസാന അവസരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലാപ്പ് കൊടുക്കേണ്ടതാണ്. വളരെ അടുത്താണ്. സുബീർ നല്ലൊരു ലാപ്പ് കൊടുക്കേണ്ടതാണ്. ഇപ്പോ ചെറിയ മതി. പ്രൈസായി സ്റ്റാർട്ട്.
പല എക്സ്പ്രഷൻസ് മിന്നിമായിരുന്നു. ആജിം മൂക്കിൽ കൂടെ, കണ്ണിൽ കൂടെ, വായിൽ കൂടെ എല്ലാമായി അങ്ങനെ സുബിനെ തോൽപ്പിക്കാൻ സുബിനെ പ്രൈസ് അടിക്കാൻ വിചാരിച്ചു വന്നതാണ്. ഫസ്റ്റ് അന്വേഷിച്ച് ഔട്ട് അടിക്കുന്നത്. ശബരിമലയിലാവട്ടിരിക്കുന്ന വിഷയമാണ്. ചോറ് പുറത്ത് കയറി മറിയുന്ന ചീരക്കറി ചീരയും വെള്ളം കറിയും കൊള്ളാം ചീരക്കറി
വനദേശീയ ഔട്ടായിരിക്കുകയാണ്. ഷമി ചേച്ചി ഔട്ടായിരിക്കുകയാണ്. അനു ഔട്ടായിരിക്കുകയാണ്. ഔട്ടായിരിക്കുകയാണ്. ഷക്കിൽ ചേച്ചി ഔട്ടായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥ ചേച്ചി പ്രൈസ് അടിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. സെക്കൻഡ് പ്രൈസ്
തുടങ്ങുന്നവരേ ഉള്ളൂ. സമയമെടുത്ത് സ്പൂണിൽ നമ്മൾ സ്പൂണും നാരങ്ങയും റെഡിയാന്ന് വിചാരിക്കണം. നമുക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്യല്ലേ? 1 2 3 സ്റ്റാർട്ട്. പോലും നാരങ്ങ താഴെ എല്ലാവരും ജയിക്കും. േഷ്മാറിന്റെ ആ ഒരു സ്റ്റൈൽ നോക്കൂ. സ്പൂണിൽ നാരങ്ങയുമായി നിൽക്കുന്ന ശരിയുള്ളായിരുന്നു. പാർട്ടിസിപ്പൻസ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ തുടങ്ങേണ്ടതാണ്. എല്ലാവരും ഓക്കെ അല്ലേ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കേണ്ടതാണ്. 1 2 3 സ്റ്റാർട്ട്. ബ്രദറുണ്ട്, നമ്മുടെ സർവീസ് ഹെഡ് സാറുണ്ട്. അപ്പോ മത്സരം തുടങ്ങാം. എല്ലാവരും ലോഡ് ചെയ്തിട്ടില്ലേ? 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും മനീഷ് അതാണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ? 1 2 3 സ്റ്റാർട്ട്. കണ്ണൂരിന്റെ മുത്ത് ഷാജിഭായ് നടന്ന പ്രൈസ് മേടിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഫൈനൽ റൗണ്ട് മത്സരമാണ്. എല്ലാവരും നല്ലൊരു ക്ലാപ്പോട്. ഷക്കീല, രേഷ്മ, ശിവകുമാർ, ഷാജി, മനീഷ്. അപ്പോൾ നമുക്ക് 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും ഒരുപോലെ. അപ്പൊ അതൊന്ന് ഓടിയില്ലെങ്കിലും സമയത്താണെങ്കിലും ഓൺ ടൈം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കണം. സ്പൂണും നാരങ്ങയും എല്ലാവരും കറക്റ്റായിട്ട് ലോഡ് ചെയ്യാം. ഓടിഞ്ഞാലല്ല, സ്പൂണും നാരങ്ങയും. അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 2 1 സ്റ്റാർട്ട്. പോയടാ പോയി ശിവാന. ഓടി കളിക്കോട്ടോ. അങ്ങനെ വാശേരി മത്സരം സൂരജും രഞ്ജിത്തുമാണ് ഫൈനൽ റൗണ്ടിലുള്ളത്.
ഷാമില ചേച്ചി അവതാരിക്കുകയാണ്. ഒരു കസാരക്കായി മനസ്സിലാവും ഐശ്വര്യ അവതാരിക്കുകയാണ്. ഒരു കസാര ഒരു കസാരക്കായുള്ള മത്സരം ഷാമില ചേച്ചി അവതാരിക്കുകയാണ്. ഒരു കസാരയേ ഉള്ളൂ. Thank you.
ഒരാൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സംശയമുണ്ട്. ബംഗാളിയാണ്. ഇപ്പോൾ 3 പേരുടെ ഉള്ളൂ അല്ലേ? ബംഗാളി
രഞ്ജിത 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 ഓക്കെ പാൽപാട്ടി വലിച്ചിങ്ങോട്ടുണ്ടോടാ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കാം, കൈയ്ക്ക് മുറിയാതെ നോക്കാം. കൗണ്ട് കിരൺ കൊടുക്കണേ. ടീം റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്തോളൂ. ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. അപ്പോ 1 2 3 മ്യൂസിക് സ്റ്റാർട്ട്. രേഷ്മയുടെ കൈകളുണ്ട് രണ്ട് സ്ഥലത്തും ലോസ് ചെയ്യേണ്ടതാണ്, രണ്ട് സ്ഥലത്തും ലോസ് ചെയ്യേണ്ടതാണ്. ഗ്യാപ്പ് ഇട്ട് പിടിക്കുക. റെഡി? രണ്ട് ടീം റെഡി അല്ലേ?
ഓടിച്ചിരിക്കാൻ വള്ളിക്കോടിയിലൊന്നോരൊക്കെ വച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഒന്ന് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നോ സഖി ഒരു കുലമുന്തിരി ഒരിടുവാനായി നാരണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ പ്രാണസഖി നന്നായി അറിയാം ഞാൻ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ദൃഢവുമില്ല പ്രിയേ പ്രാണസഖി നന്നായി അറിയാം ഞാൻ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ദൃഢവുമില്ല പ്രിയേ. അടുത്ത പ്രൈസ് കൊടുക്കാനായിട്ട് സുധീർ സാർ തന്നെയാണ്. സുബിൻ, കൺഗ്രാറ്റ്സ് സുബിൻ. ഒരാളുണ്ട്, ആജിബ് ഉണ്ട്, MP. സുബിൻ വീണ്ടും നല്ല ക്ലാപ്പ് കൊടുക്കാം അല്ലേ?
റിസ്വാൻ സാറിന്റെ മകനാണ് പ്രൈസ് കൊടുക്കുന്നത്. നല്ല ക്ലാപ്പ് കൊടുക്കാം എല്ലാവരും. പ്രൈസ് മേടിക്കുന്നുണ്ട് അല്ലേ? ലേഡീസ് കൊച്ചുമക്കളുടെ ഭാഗത്തുനിന്ന് ഐസലിന്റെ മോളാണ്. സന്തോഷമുള്ള കാര്യമാണ്. നല്ല ക്ലാപ്പ് കൊടുക്കാം അല്ലേ? നമ്മുടെ പുതിയ ജോബാണ്. നമ്മുടെ ഷമീമ ചേച്ചി പോയതിനു ശേഷം നമുക്ക് വേണ്ടി അക്കൗണ്ട്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് സൂരജിനൊന്ന് വെൽക്കം ചെയ്യാണ്. കൺഗ്രാറ്റ്സ് സൂരജ്. നല്ല ക്ലാപ്പ് കൊടുക്കണം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാൻ ഒരു മോളാണ് നമ്മളിവിടെ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല കൊടുക്കാം. തിരിച്ചും മറിച്ചും വലിച്ചിട്ടും സുബിന ടീമിനാണ് പ്രൈസ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. നല്ല ക്ലാപ്പ് കൊടുക്കൂ എല്ലാവരും. ഇപ്രാവശ്യം പാൽപ്പാണ്ടി ബുക്കി എന്നൊക്കെ പറയുന്നത് തുടങ്ങിയല്ലേ വളരെ ഭംഗിയായിട്ട്. ആൾക്ക് വേണ്ട ഏസം ഗണേഷ് പ്രൈസ് മേടിക്കാൻ. ഇനി നമ്മുടെ കൂടെ കൺഗ്രാസ് ചെയ്യണം.
നിറസാന്നിധ്യമായിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ എൻ്റയർ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഓണാഘോഷമാണ്. അപ്പോൾ ഇനി വരുന്ന ഓണാഘോഷം ഇതിലും ഭംഗിയായിട്ട് ഇതിലും കൂടുതൽ സ്റ്റാഫ് സ്ട്രെങ്ത്തിനൊപ്പം നമുക്ക് നടത്താനായിട്ട് സാധിക്കട്ടെ. ബഷീർ സാർ പറഞ്ഞ ട്രിപ്പൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചറൽ ഇവൻറ്റ്സ് ആണെങ്കിൽ ശ്രീജേഷ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. ശ്രീജേഷിനെ ഒരു അപ്രിസിയേഷൻ പറയേണ്ടതാണ്. ഒപ്പം തന്നെ പൂക്കളം, നമ്മുടെ സനൂപ് ബെസ്റ്റ് പൂക്കളായിരുന്നില്ല അല്ലേ? നല്ല ക്ലാപ്പ് കൊടുക്കട്ടെ സനൂപിനെ. നല്ല ഭംഗിയുള്ള പൂക്കളം വരച്ച് ഭംഗിയായി ചെയ്തിരുന്നു. അതുപോലെ ഗെയിംസ് ആക്ടിവിറ്റിക്കായിട്ട് ഒരു എൻ്റയർ ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അമൃതേഷ്, രഞ്ജിത്ത് അതുപോലെ അക്ഷയ്, അരുൺ എല്ലാവരും നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരേപോലെ നമ്മുടെ എല്ലാ സ്റ്റാഫുകളും എൻ്റയർ സ്റ്റാഫുകളും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2025 ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നില്ലേ? താങ്ക് യു. അപ്പോൾ നമുക്കൊരു സന്തോഷമുള്ള ഒരു ഓണം ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ട് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? Thank you.
കാര്യമുണ്ടാണ് വെയിൽ കാണുന്നേ വളരുന്നവളാരി മാറ്റിരിഞ്ഞൊരു വൈകക്കെന്നിന് കൊണ്ടേ ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് വളക്കിളിക്കണ കുഞ്ഞോളെ തീ പൊടിക്കണ മുത്തോലെ പടികരിയിൽ പൂത്ത് നിൽക്കണ പൊന്നാളെ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവരാണ് അവതരിക്കിൽ ചൊന്ന കാര്യമെന്താണ് കളിക്കണ്ട